അബ്നോർമലായിട്ടുള്ള ചില കേസുകൾ ഒഴിവാക്കിയാൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായി വളരെയധികം ശക്തരാണ്. മേരി കോമും മൈക്ക് ടൈസണും തമ്മിലുള്ള ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ അബദ്ധമാണ്. ഫിസിക്കലി ഉള്ള ഈ ഒരു വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. എന്നാൽ ഇൻ്റലിജൻസിലും ഇത് ബാധകമാണോ? പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളാണോ? അങ്ങനെയാണെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ ഉണ്ട്. അവർ പൊതു സമക്ഷത്തും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വീടുകളുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കേമന്മാരാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊക്കെ ശരിയാണെന്ന് തെളിയിക്കാൻ അവർ സ്റ്റാറ്റിസ്റ്റിക്കലി ഒരുപാട് തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചു പോവുകയാണെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കൃത്യമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കേമന്മാരാണോ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ? അത് വെറുതെ നമുക്ക് കുറേ കണക്കുകൾ മാത്രം എടുത്തു വെച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ്. സൈക്കോളജിക്കലി ഉള്ള പഠനങ്ങൾ, ജനിതകപരമായിട്ടുള്ള പഠനങ്ങൾ, ബ്രെയിൻ മാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള നിരവധി ശാസ്ത്ര പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. അതിനു പുറമെ എനിക്കറിയാവുന്ന സയൻസിലും ഹിസ്റ്ററിയിലും വീഡിയോസ് ചെയ്യുന്ന പ്രശസ്തരായിട്ടുള്ള മറ്റ് യൂട്യൂബേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും അവരുടെ ചാനൽസ് കാണുന്ന സ്ത്രീകളുടെ ശതമാനം എത്രയാണ്, പുരുഷന്മാരുടെ ശതമാനം എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പക്കലുണ്ട്. അതിനു പുറമെ എൻ്റെ 2 ചാനലുകളിലും കാണുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശതമാന കണക്ക് കൂടി നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഓരോ വ്യക്തികളുടെയും മെമ്മറി പവറും IQവും ഇൻ്റലിജൻസും ഒക്കെ തീർത്തും വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് വളരെ ഉയർന്ന മെമ്മറി പവർ ഉണ്ടായിരിക്കും, ചിലരുടേത് വളരെയധികം ശോകമായിരിക്കും. എന്നാൽ കുറഞ്ഞ മെമ്മറി പവറുള്ള ആളുകൾക്ക് ഉയർന്ന മെമ്മറി പവറുള്ള ആളുകളെ പോലും ചില മത്സര പരീക്ഷകളിൽ മറികടക്കാൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന രീതി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ പഠന രീതിയിലൂടെ പഠനം തന്നെ കുറെ കൂടി ആസ്വാദ്യകരമാക്കി മാറ്റാം. നമുക്ക് ഒരു വലിയ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടന്റും നമ്മുടെ തലച്ചോറിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. വളരെ അധികം വലിപ്പമേറിയിട്ടുള്ള അക്കങ്ങൾ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കും. ഓരോ സംഭവങ്ങളും നടന്ന വർഷങ്ങളും തീയതിയും മാസവും വളരെ അനായാസമായിട്ട് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു ശരാശരി വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിച്ചു വന്ന എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധ്യമായി. ഇപ്പോഴും ഇതേ വിദ്യകൾ തന്നെ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനുമുള്ള ശ്രമത്തിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ മെത്തേഡുകൾ അത് 25ഓളം വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളാക്കി ഒരു കോഴ്സായിട്ട് എൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വളരെയധികം പിന്നിലാണെന്ന് പറയുന്ന ആളുകൾ ഒരുപാട് കണക്കുകൾ നിരത്താറുണ്ട്. ആ കണക്കുകളുടെ പിന്നിലെ സത്യാവസ്ഥ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും ഫാക്ട്സ് ആണെന്ന് തന്നെ നമുക്ക് ബോധ്യമാകും. ആദ്യം നമുക്ക് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. 2024 വരെ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, എക്കണോമിക്സ് വിഷയങ്ങളിൽ നൊബേൽ പുരസ്കാരം നേടിയവരുടെ എണ്ണം എടുത്താൽ അത് 739 ആണ്. അതിൽ 710 പേരും പുരുഷന്മാരാണ്, 29 പേർ മാത്രമാണ് സ്ത്രീകൾ. മാത്തമെറ്റിക്സ് മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകർക്ക് നൽകുന്ന സമ്മാനമാണ് ഫീൽഡ് മെഡൽ. 1936 മുതലുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 64 പേർക്ക് ഈ പുരസ്കാരം ലഭ്യമായിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. 2014 മരിയം മിർസ ഖാനിക്ക് ഒരു തവണ ഫീൽഡ് മെഡൽ ലഭ്യമായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ട്യൂറിംഗ് അവാർഡ്. 1966 മുതലുള്ള കണക്കുകൾ അനുസരിച്ച് 77 പേർക്കാണ് ട്യൂറിംഗ് അവാർഡ് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ അത് 4 പേർ മാത്രമാണ് സ്ത്രീകൾ. സ്റ്റെം ഫീൽഡിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. സ്റ്റെം മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് മേഖലകളാണ്.
ഒരു ശാസ്ത്ര പ്രബന്ധം എത്രമാത്രം മികച്ചതാണെന്ന് കാണിക്കുന്ന ഒരു മെട്രിക്കാണ് സൈറ്റേഷൻ. ഒരു പ്രബന്ധത്തിന് ഒരുപാട് സൈറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വളരെ മികച്ച ഒരു പ്രബന്ധമാണെന്നാണ്. സൈറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധം മറ്റുള്ള ആളുകളുടെ പ്രബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് മാറി എന്നതാണ്. അത് പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ സൈറ്റേഷൻ കിട്ടിയിരിക്കുന്നത് പുരുഷന്മാരുടെ പ്രബന്ധങ്ങൾക്കാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിരിക്കുന്ന സയന്റിഫിക് ഇൻവെൻഷൻസിലും പേറ്റൻസിലും പുരുഷന്മാർക്ക് വലിയ ആധിപത്യമുണ്ട്. മൊത്തം സയന്റിഫിക് ഇൻവെൻഷൻസിലും പേറ്റൻസിലും 90% പുരുഷന്മാരുടേതാണ്, 10% മാത്രമാണ് സ്ത്രീകളുള്ളത്. എന്നാൽ ചില മേഖലകളിൽ പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ സ്ത്രീകൾ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. സ്കൂൾ തലത്തിൽ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ അതിൽ നല്ലൊരു ശതമാനവും സ്ത്രീകളായിരിക്കും. അതുപോലെ ഒരു മികച്ച കോളേജിൽ അഡ്മിഷൻ നേടുന്ന സ്ത്രീകളുടെ കണക്ക് പരിശോധിച്ചാലും അത് പുരുഷന്മാരെക്കാൾ കൂടുതലായിരിക്കും. ആ കോളേജുകളിൽ നിന്നും ഉയർന്ന മാർക്കോടുകൂടി പാസ് ഔട്ട് ആകുന്ന സ്ത്രീകളുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ കണക്ക് എല്ലാ രാജ്യങ്ങളിലും ബാധകമല്ല. ചില രാജ്യങ്ങളിലെ സാമൂഹികമായിട്ടുള്ള അവസ്ഥ കാരണം സ്ത്രീകൾക്ക് സ്കൂളിലോ കോളേജിലോ പഠിക്കാനുള്ള അവകാശം പോലും ലഭ്യമാകാറില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പഠിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഈ കണക്ക് ബാധകമാകുന്നത്. സ്കൂൾ ലെവലിൽ നടത്തിയിട്ടുള്ള പല റൈറ്റിംഗ് റീഡിംഗ് ടെസ്റ്റുകളിലും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് സ്ത്രീകളാണ്. ബയോളജി, സൈക്കോളജി, മെഡിക്കൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ PhD സ്വന്തമാക്കിയിരിക്കുന്നത് സ്ത്രീകളാണ്. പക്ഷേ ബാക്കിയുള്ള സകല മേഖലകളിലും ഏറ്റവും കൂടുതൽ PhD സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് പുരുഷന്മാർക്കാണ്. ഇനി നമുക്ക് ഓരോ ശാസ്ത്ര പ്രബന്ധവും എടുത്ത് പരിശോധിക്കാം. 1988 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശാസ്ത്ര പ്രബന്ധമുണ്ട്. 1947 മുതൽ 1980 വരെ നടത്തിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗ്രാമർ, സ്പെല്ലിംഗ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചിരിക്കുന്നത് സ്ത്രീകളാണെന്നാണ്. അതേസമയം ഹൈസ്കൂൾ ലെവലിലുള്ള മാത്തമെറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചിരിക്കുന്നത് പുരുഷന്മാരുമാണ്. റീസണിങ്ങിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഗ്രാമറിലും സ്പെല്ലിങ്ങിലും ഓരോ വർഷം കഴിയും തോറും പുരുഷന്മാർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഹൈസ്കൂൾ ലെവലിലുള്ള മാത്സിൽ പുരുഷന്മാരുടെ ആധിപത്യം അത് 1980 വരെ തുടർന്നു പോകുന്നുണ്ട്. 1995 6 നാഷണൽ സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. കൊഗ്നിറ്റീവ് എബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പഠനത്തിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊഗ്നിറ്റീവ് എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ മനസ്സിലാക്കിയ കാര്യം ഉപയോഗിച്ച് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവാണ്. ഇതിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. അതേസമയം ഏറ്റവും മോശമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കുന്നതിലും ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. ആവറേജ് പരിശോധിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഉയർന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നതിലും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ പേർ പുരുഷന്മാരാണ്. മാത്തമെറ്റിക്കൽ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2010 ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. അതിനെ നമുക്കൊരു റിവ്യൂ പേപ്പറായിട്ട് എടുക്കാം. കാരണം ഇവരൊരു പഠനവും നടത്തിയിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള 242 പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1990-നും 2007-നും ഇടയിലാണ് ഈ പഠനങ്ങൾ ഒക്കെ തന്നെയും നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിരിക്കുന്നത്. ഈ പഠന ഫലത്തിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണമല്ല, മറിച്ച് ശരാശരിയാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശരാശരി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് ഈ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പലപ്പോഴായിട്ട് നേരിടേണ്ടി വരുന്ന പല സ്റ്റീരിയോ ടൈപ്പിക് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ഈ പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, ടീച്ചേഴ്സ് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് ആൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഐക്യം ഉള്ളതെന്നാണ്. ജഡ്ജിങ് പാനൽസ് എടുത്താൽ അവിടെയും ഇതേ രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മത്സരം വരുമ്പോൾ അവിടെ പുരുഷന്മാർക്ക് ഒരു മേൽക്കോയ്മ കിട്ടുന്നത് സ്വാഭാവികമാണ്. കാരണം മത്സരം നടക്കുന്നതിന് മുൻപ് തന്നെ അവർ പ്രിജുഡൈസ്ഡ് ആയിരിക്കും. പുരുഷന്മാർ സ്ത്രീകളെക്കാൾ അല്പം കൂടി കേമന്മാരാണെന്നുള്ള ഒരു ധാരണ അവരിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ നൊബേൽ പുരസ്കാരം പോലുള്ള അവാർഡുകൾ നിർണ്ണയിക്കുമ്പോൾ
പുരുഷന്മാർക്ക് കൂടുതൽ ആധിപത്യം ലഭ്യമാകുന്നുവെന്നും ഈ പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ്. ഈ പ്രബന്ധങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വായിച്ച് പരിശോധിക്കാം. മാത്തമെറ്റിക്കൽ എബിലിറ്റിയുടെ തന്നെ അടിസ്ഥാനത്തിൽ 2009 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകളുടെ റിസൾട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഓരോ രാജ്യങ്ങളിലുമുള്ള ആളുകളുടെ ഇൻ്റലിജൻസ് തീർത്തും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയിലുള്ള ആളുകളുടെ ഇൻ്റലിജൻസ് ആയിരിക്കില്ല പാകിസ്ഥാനിലുള്ള ആളുകൾക്കുണ്ടായിരിക്കുക. അതൊന്നും ആയിരിക്കുകയില്ല അറബികൾക്കുണ്ടായിരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ആഫ്രിക്കയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന സ്കിൽ. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ കണക്കുകൾ നിരത്തുന്നത്. അമേരിക്കയിൽ കണ്ടക്ട് ചെയ്ത മാത്തമെറ്റിക്കൽ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് പുരുഷന്മാരാണെന്ന് ഈ പ്രബന്ധത്തിൽ പറയുന്നു. 90 മുതൽ 95% വരെ പുരുഷന്മാരുടെ സാന്നിധ്യമാണ്. പക്ഷേ ഓരോ വർഷം കഴിയും തോറും സ്ത്രീകളുടെ എണ്ണത്തിൽ വളരെ നേർത്തതാണെങ്കിൽ പോലും ഒരു വർധനവ് കാണാൻ സാധിക്കും. ഈ പ്രബന്ധത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റകൾ എടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ ഓരോ വർഷവും PhD നേടിയിട്ടുള്ള സ്ത്രീകളുടെ ശതമാന കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ ശതമാന കണക്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം ഓരോ വർഷം കഴിയും തോറും സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു വർധനവ് സംഭവിച്ചിട്ടുണ്ടെന്ന്. 2000 മുതൽ 2008 വരെ വലിയ രീതിയിലുള്ള മാറ്റമാണ് സംഭവിച്ചത്. 2008 30% പേരും സ്ത്രീകളാണ്. എന്നാൽ 1950 ഇത് വെറും 5% മാത്രമായിരുന്നു. ഈ പ്രബന്ധത്തിൽ ഇന്ത്യക്കാരുടെ കണക്കും കൊടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ മാത്തമെറ്റിക്കൽ ഒളിമ്പ്യാഡിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരുടെ കണക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന 30 രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയാണ്. 1989 98 ഇടയിൽ 59 ഇന്ത്യക്കാരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. പക്ഷേ അതിൽ ഒരാൾ പോലും സ്ത്രീകളല്ല, എല്ലാം പുരുഷന്മാരാണ്. എന്നാൽ 1999 മുതൽ 2008 വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 60 പേർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 4 പേർ സ്ത്രീകളാണ്. 0 നിന്നും 4ലേക്കുള്ള മാറ്റം അത് ഒരു ചെറിയ മാറ്റമാണെങ്കിൽ പോലും നിർണായകമായിട്ടുള്ളൊരു മാറ്റമാണ്. ഗ്രാജുവലി സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് പോകുന്ന രാജ്യങ്ങളുമുണ്ട്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. 1989 മുതൽ 98 വരെയുള്ള വർഷങ്ങളിൽ 13 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള 10 വർഷങ്ങളിൽ 13 എന്നുള്ളത് വെറും 2 കുറഞ്ഞു. അമേരിക്കയുടെ കണക്കിലും ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് കാണാം. പക്ഷേ അത് വളരെ നേർത്ത ഒരു മാറ്റമാണ്. ഒരു സ്ത്രീ ആയിരുന്നത് 4 സ്ത്രീയായിട്ട് മാറി. 1997 പ്രസിദ്ധീകരിച്ച അല്പം പഴക്കമുള്ളതാണെങ്കിലും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പഠനമുണ്ട്. ആ പഠനമനുസരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വളരെയധികം ഓർമ്മശക്തിയുണ്ട്. അവർക്ക് പുതിയൊരു ഭാഷ പഠിക്കാൻ പുരുഷന്മാരെക്കാൾ എളുപ്പമായിരിക്കും. പക്ഷേ ഹയർ ലെവലിലുള്ള മാത്തമെറ്റിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉയർന്നു നിൽക്കുന്നത് പുരുഷന്മാരാണ്. പക്ഷേ അതേ മേഖലയിൽ തന്നെ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നതും പുരുഷന്മാർ തന്നെയാണ്. ഏതാണ്ട് ഇതേ ഫലം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ശാസ്ത്ര പ്രബന്ധത്തിലും റിസൾട്ടായിട്ട് ലഭ്യമായിട്ടുണ്ട്. അതായത് അത് കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. ആ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല സ്ത്രീകൾ ഇൻ്റലിജൻ്റ്ലി വളരെ മോശമാണെന്ന്. കാരണം ഒരു വലിയ സമൂഹം എടുത്തു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ കാണുന്ന ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരിക്കും പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത്. വളരെ വളരെ ചെറിയൊരു ശതമാനം പുരുഷന്മാർ മാത്രം അല്പം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ അത്രയും തന്നെ അളവിലുള്ള പുരുഷന്മാർ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലും പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രബന്ധം പരിശോധിക്കാം. 2020 പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്ന ജെനറ്റിക് ബ്രെയിൻ മാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനം. 2000-ഓളം വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിസൾട്ടുകളിലൂടെ അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമായിട്ടുള്ള ആളുകളുടെ ബ്രെയിൻ മാപ്പിങ്ങിലൂടെ ലഭ്യമായിട്ടുള്ള ഡേറ്റയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ ഡേറ്റ അനുസരിച്ച് പുരുഷന്മാരുടെ തലച്ചോറിലെ കോർട്ടെക്സ് ഭാഗം കുറച്ചുകൂടെ സുപ്പീരിയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ വോള്യം ഉള്ളതാണ്. കോർട്ടെക്സ് നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധമുള്ള ഒരു ഭാഗമാണ്. ഇതേ പ്രബന്ധത്തിൽ തന്നെ മറ്റൊരു സ്റ്റഡി റിസൾട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. 976 വ്യത്യസ്തരായിട്ടുള്ള ആരോഗ്യവാന്മാരായിട്ടുള്ള ചെറുപ്പക്കാരികളിലും ചെറുപ്പക്കാരന്മാരിലും നടത്തിയിട്ടുള്ള പഠന ഫലമാണ്. 22 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ആളുകളിലാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകളുടെ മീഡിയൽ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടെക്സും
ടെമ്പറൽ കോർട്ടെക്സും ലാറ്ററൽ പാരിയന്റൽ കോർട്ടെക്സും പുരുഷന്മാരെക്കാൾ അല്പം കൂടി സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ അല്പം കൂടി വലിപ്പക്കൂടുതലുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും, പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടാക്കിയെടുക്കാനും മികച്ച രീതിയിൽ ഡെസിഷൻസ് എടുക്കാനും സാധിക്കും. കൂടാതെ ഇവർക്ക് മികച്ച ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. മികച്ച ഭാഷയിൽ മറ്റുള്ള ആളുകളുമായിട്ട് സംവദിക്കാൻ ഇവർക്ക് സാധിക്കും. മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് വെർബൽ മെമ്മറി വളരെയധികം കൂടുതലായിരിക്കും. അതായത് എഴുതി വച്ചിരിക്കുന്ന പാരഗ്രാഫുകൾ, സെൻറ്റൻസുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സ്പീച്ച് അവർക്ക് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാൻ ഉള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കുന്നതാണ്. ഇതൊരു ശരാശരി കണക്ക് മാത്രമാണ്. എല്ലാ സ്ത്രീകളിലും ഒരുപോലെ ഈ സ്കില്ലുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. പുരുഷന്മാരുടെ കേസ് എടുത്താൽ അവരുടെ വെൻട്രൽ ടെമ്പറൽ റീജിയനുകളും ടെമ്പറൽ പോളും ഫ്യൂസിഫോം ഗൈറസും പ്രൈമറി വിഷ്വൽ കോർട്ടെക്സും സ്ത്രീകളെക്കാൾ മികച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ അനായാസമായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെ അവർക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കും. അതേ സഞ്ചരിച്ച വഴിയിലൂടെ തിരികെ മടങ്ങിയെത്താൻ സാധിക്കും. മാപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഇവർക്ക് എളുപ്പമായിരിക്കും. മികച്ച രീതിയിൽ പടം വരയ്ക്കാൻ സാധിക്കും. ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ഇതൊന്നും സാധിക്കില്ലെന്നല്ല. ഈ പറഞ്ഞത് ഒരു ശരാശരി കണക്ക് മാത്രമാണ്. ഇതിനെല്ലാം പുറമെ പുരുഷന്മാർക്ക് മികച്ച രീതിയിൽ സർക്കാസവും ജോക്കുകളും ഒക്കെ ഉണ്ടാക്കാനും ആസ്വദിക്കാനും അതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനുമുള്ള ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. ഈ പ്രബന്ധത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്, കോർട്ടെക്സിന്റെ ഈ വലിപ്പ കൂടുതലും വലിപ്പ കുറവും വെച്ചിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയില്ലെന്ന്. ഒരു പ്രബന്ധം മാത്രം വെച്ചിട്ട് നമുക്ക് വിലയിരുത്തുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഒരു പ്രബന്ധം ഉപയോഗിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി പ്രബന്ധങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സയൻസിലും ഹിസ്റ്ററിയിലുമുള്ള താല്പര്യം കൂടി ഒന്ന് പരിശോധിക്കാം. ആ താല്പര്യം അന്വേഷിച്ച് നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഒരു ശാസ്ത്ര പ്രബന്ധവും എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ട്. അതും ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളുടെ ഡീറ്റെയിൽസ് തന്നെ. ഞാൻ അതിനുവേണ്ടി എനിക്ക് അറിയാവുന്ന, എനിക്ക് സൗഹൃദമുള്ള ചില യൂട്യൂബേഴ്സുമായിട്ട് സംസാരിച്ചു. അതിലൊരാളാണ് ജൂലിയസ് മാനുവൽ. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ വിശദമാക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, മനോഹരമായി ചരിത്രം അവതരിപ്പിക്കുന്ന, അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറികൾ നറേറ്റ് ചെയ്യുന്ന ഒരു മികച്ച കഥ പറച്ചിലുകാരനാണ്, ഒരു മികച്ച അവതാരകനാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ ഡേറ്റ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഡേറ്റ അനുസരിച്ച് 9% സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്നത്. ബാക്കി 81% പുരുഷന്മാരാണ്. ജൂലിയസ് ചേട്ടനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ചില സബ്സ്ക്രൈബേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ത്രീകളും പുരുഷന്മാരുടെ പേരിലുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9% എന്നുള്ളത് നമുക്കൊരു 15% ഉയർത്താം. എങ്കിൽ പോലും 85% പുരുഷന്മാർക്കാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ്റെ JR സ്റ്റുഡിയോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ജിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 18.9% മാത്രമാണ് സ്ത്രീകൾ. അത് ലൈഫ് ടൈം ഉള്ള കണക്കാണ്. അല്ലാതുള്ള 28 ദിവസത്തെയും അല്ലെങ്കിൽ 90 ദിവസത്തെയും ഒരു വർഷത്തെയും കണക്കുകളൊക്കെ എടുത്താലും ഇതിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ജൂലിയസ് ചേട്ടൻ്റെ തിയറി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 18% എന്നുള്ളത് നമുക്കൊരു 22-23% ഉയർത്താം. ഇനി എൻ്റെ സ്വന്തം സയൻസ് ചാനലായ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിക്കാം. അവസാനത്തെ 28 ദിവസം നോക്കുമ്പോൾ 27.8% സ്ത്രീകളാണ്. അവസാനത്തെ 90 ദിവസം പരിശോധിക്കുമ്പോൾ 25.7% സ്ത്രീകളുണ്ട്. എന്നാൽ ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ അത് 19.9% കുറയുന്നുണ്ട്. അതിൻ്റെ ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ആദ്യകാല വീഡിയോസിൽ ഞാൻ എൻ്റെ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി വീഡിയോ ഫൂട്ടേജുകൾ മാത്രമായിരുന്നു. എൻ്റെ ആദ്യകാല സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഫേസ് കാണിക്കാത്ത ഫൂട്ടേജുകളുള്ള വീഡിയോസ് കാണാനായിരുന്നു താല്പര്യം. പിന്നീട് ഞാൻ ഫേസ് കാണിച്ചുള്ള വീഡിയോകൾ ചെയ്തപ്പോൾ എൻ്റെ വ്യൂ കൗണ്ടിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് സംഭവിച്ചു. കാരണം അന്ന് വരെ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഫേസ് വെച്ചിട്ടുള്ള വീഡിയോകളോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ടായി വന്നതാണ് അതിന് ശേഷമുള്ള സബ്സ്ക്രൈബേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഹിസ്റ്ററി ചാനൽ പരിശോധിക്കുമ്പോൾ അവിടെ 17.1% സ്ത്രീകളാണ് വീഡിയോസ് കണ്ടിരിക്കുന്നത്.
അതിൻ്റെ പല ഡേറ്റുകൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അതിലെ ഏകദേശം ആദ്യത്തെ വീഡിയോസ് മുതൽ തന്നെ എൻ്റെ ഫേസ് അവിടെ റിവീൽഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളികളിൽ സയൻസ്, ഹിസ്റ്ററി വീഡിയോസ് കാണാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളോട് താല്പര്യമുള്ളത് ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. സ്ത്രീകൾ വളരെയധികം കുറവാണ്. പക്ഷേ മറ്റൊരു എക്സ്പീരിയൻസ് കൂടി എനിക്കിവിടെ ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എന്നോടൊപ്പം റിസർച്ച് ചെയ്യുകയും പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്. കൂടുതൽ സ്ത്രീകൾ റിസർച്ച് ചെയ്യാനായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഭാവിയിൽ വലിയ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ആസ്ട്രോഫിസിസ്റ്റുകളായിട്ട് അവർ മാറുമെന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ കൺക്ലൂഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ശാസ്ത്ര പ്രബന്ധത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്രയും ശാസ്ത്ര പ്രബന്ധങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ്. ഫിസിക്കൽ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ഉള്ളതുപോലുള്ള വലിയ മേൽക്കോയ്മ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ പുരുഷന്മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് കൂട്ടരുടെയും ഇൻ്റലിജൻസ് ഉള്ളത്. നമ്മൾ പരിശോധിച്ച രണ്ട് പ്രബന്ധങ്ങളിൽ ഒരേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന, പ്രത്യേകിച്ച് മാത്തമെറ്റിക്സ് പോലുള്ള മേഖലകളിൽ പെർഫോം ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നതിലും ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. ഏറ്റവും മുകളിലേക്ക് സ്ത്രീകൾക്ക് അധികം വരാൻ സാധിക്കാത്തതിൻ്റെ കാരണമായി എനിക്ക് തോന്നുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ് തന്നെയാണ്. ഒരു പ്രബന്ധത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒരു സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ച്. സ്ത്രീകളുടെ മുകളിൽ എല്ലായ്പ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ്. അത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് മേഖലയുണ്ട്, മെക്കാനിക്കൽ ഓപ്റ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സ്റ്റീരിയോ ടൈപ്പ് തന്നെയാണ്. എല്ലാവരും അവരോട് പറയുന്നത് മെക്കാനിക്കൽ മേഖല സ്ത്രീകൾക്ക് ഒരിക്കലും പറ്റിയൊരു മേഖലയല്ല, അവർക്ക് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ആണ് കൂടുതൽ ആപ്റ്റ് എന്ന്. മെക്കാനിക്കൽ എടുത്ത് പഠിക്കണമെന്ന് ശരിക്കും ആഗ്രഹമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും താൻ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിൽ പെൺകുട്ടികൾ ആരും ഇല്ല എന്നുള്ള ഒരു ചിന്ത കാരണവും പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സമ്മർദ്ദം കാരണവും അവരത് ഓപ്റ്റ് ചെയ്യാറില്ല. എന്നാൽ വളരെ സ്മാർട്ടായിട്ടുള്ള, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തൻ്റേടമുള്ള ചുരുക്കം ചില സ്ത്രീകൾ മെക്കാനിക്കലിലെ ഒരു മെക്ക് റാണിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന പരിണാമപരമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. 28 ദിവസം കൂടുന്തോറും ആവർത്തിക്കുന്ന പീരിയോഡിക് സൈക്കിൾ അതവരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രത്യുൽപാദനം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ പ്രസവിക്കുന്നത് അവരുടെ ജീവിതത്തിലെ, അവരുടെ കരിയറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാലഘട്ടത്തിലായിരിക്കും. ആ കാലഘട്ടത്തിലായിരിക്കാം അവർ ഒരുപക്ഷെ അവരുടെ ഹയർ എഡ്യൂക്കേഷനിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോലിയിലേക്ക് കടന്ന ആ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ വെച്ചായിരിക്കും അത് സംഭവിക്കുക. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അവർ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ആ കുട്ടികളുടെ കൂടി കാര്യം നോക്കണം. കുട്ടികളെ വളർത്തിയെടുക്കുന്നതിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ്, അമ്മമാരാണ്. ഇത് അവരുടെ കരിയറിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ വലിയ തടസ്സമായി മാറുന്നുണ്ട്. കൂടാതെ മറ്റ് പുരുഷന്മാരും ഇവരുടെ മുൻപിൽ വലിയ ഹഡിൽസ് ആയിട്ട് മാറുകയാണ്. അതൊരു പക്ഷേ പിതാവായിരിക്കാം, സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, അതുമല്ലെങ്കിൽ ആൺമക്കൾ തന്നെ ആയിരിക്കാം. സ്ത്രീകളെ അവരുടെ ഡ്രീം ചേസ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നത് ഈ പുരുഷന്മാരാണ്. അവരുടെ ജീവിതത്തിലെ, അവരുടെ കരിയറിലെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം പോലും ഈ പുരുഷന്മാർ കവർന്നെടുക്കുകയാണ്. വളരെ ചുരുക്കം ചില സ്ത്രീകൾക്ക് മാത്രമേ ഇതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഗവേഷകന്മാരിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ മിലേവ മെറിക്. ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ മാത്തമെറ്റിക്സിൽ അഗ്രഗണ്യായിരുന്നു മിലേവ മെറിക്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പോലെയുള്ള പല തിയറികൾക്കും പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ മാത്തമെറ്റിക്കൽ ഡെറിവേഷനിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ഒരു മാത്തമെറ്റീഷ്യൻ കൂടിയായിട്ടുള്ള മിലേവ മെറിക് ആയിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ അവൾ ഒരു അമ്മ കൂടിയായിരുന്നു. ആ കുട്ടികളുടെ കൂടി കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവൾ ആൽബർട്ട് ഐൻസ്റ്റീനെ സഹായിച്ചത്. പക്ഷേ പ്രബന്ധം പൂർണ്ണമായിട്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ മാത്രമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്.
ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും മെലേവ മെറിക്കിൻ്റെയും ജീവിതവും അവരുടെ ശാസ്ത്ര കണ്ടെത്തലുകളും ഒക്കെ വിവരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ സീരീസ് തന്നെ ചെയ്തതാണ്. ആ കാര്യങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിച്ച് നോക്കുക. മെലേവ മെറിക്കിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് മാഡം ക്യൂറിക്കുള്ളത്, അല്ലെങ്കിൽ മേരി ക്യൂറിക്കുള്ളത്. മാഡം ക്യൂറിയുടെ ഭർത്താവാണ് പേരി ക്യൂറി. അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ശാസ്ത്ര പഠനങ്ങളൊക്കെ നടത്തിയത്. ഒടുവിൽ നൊബേൽ പുരസ്കാരം ലഭ്യമാക്കിയത് പേരി ക്യൂറിക്കായിരുന്നു. നൊബേൽ കമ്മിറ്റി ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ മാത്രം ശ്രമം കൊണ്ടല്ല ഈ പഠന ഫലങ്ങൾ ലഭ്യമായത്, അതിൽ നിർണായകമായിട്ടുള്ള മാഡം ക്യൂറിയുടെ റോളുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തരുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമ്മാനം വാങ്ങിക്കുകയുള്ളൂ. ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ മാത്രമാണ് നൊബേൽ കമ്മിറ്റി മാഡം ക്യൂറിക്കും പേരി ക്യൂറിക്കും ഒരുമിച്ച് നൊബേൽ പുരസ്കാരം സമ്മാനിച്ചത്. സമൂഹത്തിൽ പേരി ക്യൂറിയെ പോലെയുള്ള പുരുഷന്മാരുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. 1%, 0.5% ഒക്കെ ഉണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. ബാക്കി 99% പുരുഷന്മാരെയും അതിജീവിക്കാനുള്ള പ്രയത്നത്തിനിടയിൽ അവർക്ക് ഏറ്റവും ടോപ്പിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതൊരു അനുമാനം മാത്രമാണ്. അത് സ്വാധീകരിക്കുന്ന തരത്തിലുള്ള ഒരു പഠന ഫലവും ലഭ്യമായിട്ടില്ല. പുരുഷന്മാർ എന്തുകൊണ്ടായിരിക്കും ഏറ്റവും താഴത്തെ ലെവലിലും കൂടുതലായിട്ട് വരുന്നത്? അതിൻ്റെ കാരണം ഡിസ്ട്രാക്ഷൻസ് ആണ്. പല രീതിയിലുള്ള അഡിക്ഷൻസ് പുരുഷന്മാർക്കുണ്ടാകുന്നു. ഒരു ശാസ്ത്ര പഠനത്തിൽ പറയുന്നത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. പുരുഷന്മാരിൽ അത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അവർ മദ്യത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുശീലങ്ങളുടെ പുറയിലുമൊക്കെ ഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു. അതല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോകുന്നു. അവർക്ക് മാത്തമെറ്റിക്കലായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും ലോവർ ലെവലിലും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷന്മാരെ ആകുന്നത്. ഏറ്റവും ലോവർ ലെവലിലും ഏറ്റവും ഹയർ ലെവലിലും പുരുഷന്മാർ വരുന്നത് ഇൻ്റലിജൻസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെയോ അടിസ്ഥാനത്തിൽ ആയിരിക്കുകയില്ല. ഏറ്റവും കൂടുതൽ സാധ്യതയും അവർ കഴിയുന്ന ആ എൻവയോൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ ഇൻ്റലിജൻസിൽ നമ്മുടെ ജെനറ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ജീനുമായിട്ട് വലിയ ബന്ധമുണ്ട്. പക്ഷേ സെക്ഷുവലി ഉള്ള ഡിഫറൻസ് ഒന്നും തന്നെ എനിക്ക് ഒരു ശാസ്ത്ര പഠനത്തിലും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഈ പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്തമാക്കുന്നത് സമൂഹമാണ്. അവർ കഴിയുന്ന ഈ എൻവയോൺമെൻറ്റ് കാരണമാണ് ഈ ഒരു നേർത്ത വ്യത്യാസമുണ്ടാകുന്നത്. എങ്കിൽ പോലും ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഓരോ വർഷം കഴിയും തോറും ആ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നൊബേൽ പുരസ്കാരങ്ങൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയും തോറുമാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് നൊബേൽ പുരസ്കാരം ലഭ്യമാകുന്നത്. അതിനിയും വർദ്ധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയല്ല, പക്ഷേ ഒരുപോലെ ആക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. ഒരുപോലെ അല്ല എന്ന് ഞാൻ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് പുരുഷന്മാർക്ക് സാധിക്കും. കാരണം ഫിസിക്കൽ സ്ട്രെങ്തിന് അത്രയും ഒരു പവറുണ്ട്. ആ പവറിനെ അതിജീവിക്കാൻ സ്ത്രീകൾക്ക് സാധ്യമാകണമെങ്കിൽ അവർക്ക് പല തരത്തിലുള്ള റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ട്, UGCയുടെ JRF അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോ. അപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോ കിട്ടാനുള്ള ഒരു പ്രായപരിധി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമാണ്. സ്ത്രീകൾക്ക് കുറച്ചധികം വർഷം കഴിഞ്ഞാലും അവർക്ക് JRF എന്ന് പറയുന്ന ആ ഒരു ഫെലോഷിപ്പ് സ്വന്തമാക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ കരിയറിൻ്റെ ആ പ്രധാനപ്പെട്ട ഘട്ടത്തിലായിരിക്കാം അവർ ഒരു അമ്മയായി മാറുന്നത്. അതുകൊണ്ട് ഒരു വലിയ ബ്രേക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരുടെ ഏജ് ലിമിറ്റ് അല്പം വർദ്ധിച്ച് കിടക്കുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അത്തരത്തിലുള്ള സഹായങ്ങളോടുകൂടി മാത്രമേ സ്ത്രീകൾക്ക് ഈ മെയിൽ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള വേൾഡിൽ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലുമുള്ള ലിങ്ക് ഒന്ന് പരിശോധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.